ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര പഠിച്ച പണി 18 നോക്കി നമ്മുടെ അനന്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ആ താടക അനന്യയുടെ അമ്മ കാരണം അതൊന്നും നടന്നില്ല. പ്രേമയാണെങ്കിലോ സുമിത്രയുടെ നേരെ നോക്കി വാതിൽ കൊട്ടിയടച്ചു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശീതളിന്റെ ജീവിതം രക്ഷപ്പെടുത്താനും ശീതളിനെ എങ്ങനെയെങ്കിലും സച്ചിന്റെ കൂടെ പറഞ്ഞു വിടാനുമായിട്ടുള്ള പരിശ്രമത്തിലാണ് സരസ്വതി അമ്മ. അതിനുവേണ്ടി ഇരു ചെവി അറിയാതെ സച്ചിനെ വിളിച്ചു വരുത്തി മുറിയിൽ കയറ്റിയതേ അവിടെ ഭയങ്കര പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും തലനാരിഴയ്ക്കാണ് നമ്മുടെ സുമിത്ര അതിൽ നിന്ന് സുമിത്രയുടെ കണ്ണിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതിപ്പോ അച്ഛമ്മ പറയുന്നത് കേൾക്കണോ, അതുപോലെ അമ്മ പറയുന്നത് കേൾക്കണോ, സച്ചിന്റെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു അത് കേൾക്കണോ, ഇതൊന്നും അറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ശീതൾ. ഒരു രക്ഷയില്ല. ശീതൾ ഇപ്പൊ ആകെ ചെകുത്താനും കടലിനും നടുവിലായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. എന്തായാലും ഇതിനുടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമെന്നുള്ള കാര്യം ശീതളിനും മനസ്സിലായി. അങ്ങനെ സുമിത്ര ശീതളിന്റെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അനന്യയെയും അനിരുദ്ധിനെയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അറ്റ കൈ പ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മുടെ സുമിത്രയുടെ മനസ്സിൽ ഉദിച്ച ഒരു ബുദ്ധി എന്ന് പറയുന്നത്, അനന്യ ഈ ലോകത്ത് ആര് പറഞ്ഞാലും കേൾക്കില്ല, ഒരാൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. അത് വേറെ ആരുമല്ല, സ്വരമോളാണ്. സ്വരമോള് പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ സ്വരമോളുടെ ആ ഒരു സങ്കടത്തിനപ്പുറം നമ്മുടെ അനന്യക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വരയെ കൊണ്ട് സംസാരിപ്പിക്കാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സുമിത്ര അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഈ സ്വരമോള് സുമിത്രയ്ക്കൊപ്പമാണല്ലോ കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. ഇങ്ങനെ കിടക്കാൻ നേരത്ത് സ്വരമോളെ വിളിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാരും പറഞ്ഞാലും മോളുടെ മമ്മി കേൾക്കില്ല. മോളുടെ മമ്മി കേൾക്കണമെങ്കിൽ അത് മോള് തന്നെ പറയണം. മോൾക്ക് മമ്മിക്കും ഡാഡിക്കും ഒപ്പം താമസിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ വേണമെന്ന് കൊച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ അച്ചമ്മ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ എൻ്റെ മോള് പറയണമെന്ന് പറഞ്ഞു. ശരി പറയാം അച്ചമ്മയെന്ന് പറഞ്ഞപ്പോൾ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഒരു ഇതില് സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾ അതങ്ങ് ഏറ്റെടുത്തു. അച്ചമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം, എങ്ങനെയെങ്കിലും അമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ചമ്മയും കൊച്ചുമോളും കൂടി ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കി. ഈ സമയത്ത് സ്വരമോളാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. സുമിത്രയാണെങ്കിൽ കൊച്ചിന്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ, അതായത് കൊച്ചി ഇത് ചെയ്യാമെന്ന് ഏറ്റു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്കും സന്തോഷമായി. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അനിരുദ്ധിന്റെ ജീവിതം കരക്കടിപ്പിക്കാൻ സുമിത്ര ശ്രമിക്കുന്നത് വിജയിക്കുമെന്നുള്ളൊരു തിരിച്ചറിവിൽ നമ്മുടെ സുമിത്ര ഇരിക്കുന്ന സമയം അവിടെ ശീതളിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. സച്ചിൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഓർത്ത് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്ത് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇന്ന് നിന്റെ ഭർത്താവിനെ കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ചമ്മേ എന്ന് പറഞ്ഞപ്പം, നിന്നോട് ഞാൻ പറയാം നീ എന്ത് ചെയ്യണമെന്ന്. ആദ്യം തന്നെ നീ നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അങ്ങ് നിർത്താൻ പറഞ്ഞു. അവളുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കാൻ പറഞ്ഞു. നീ തീരുമാനിക്കേണ്ടതാണ് നിന്റെ ജീവിതം, അല്ലാതെ സുമിത്ര അല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ നിനക്ക് എപ്പോഴൊക്കെ സച്ചിനെ കാണണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സച്ചിനുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്നു, നീ എന്നോട് പറഞ്ഞാൽ മതി. ഈ ഒരു ചെവി അറിയാതെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യവും നീയായിട്ട് സംസാരിക്കുന്ന കാര്യവും ഒക്കെ ഞാൻ ഏറ്റു. എന്താ നിനക്കത് പോരേന്ന് ചോദിച്ചു. അങ്ങനെ നീ സംസാരിച്ച് അവനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവന്റെ മനസ്സ് മാറ്റിയെടുക്കുക. അങ്ങനെ നീ അവന്റെ കൂടെ പോകാൻ നോക്കും. അല്ലാതെ നിന്റെ അമ്മയുടെ വാക്കും കേട്ട് ഇവിടെ നിന്നാലേ നിനക്ക് ഈ ജന്മത്തൊരു ജീവിതം ഉണ്ടാവില്ല. നീ എന്നും ഇവിടെ ഒരു ആളായിട്ട് അധികപ്പറ്റായിട്ട് നിൽക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ശീതളിന് ആകെ ടെൻഷനായി. അച്ചമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ശീതൾ ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും സച്ചിന്റെ കൂടെ പോണം, സച്ചിന്റെ സ്വഭാവം മാറണം എന്നുള്ളതും അമ്മ പറയുന്നത് കേൾക്കണം എന്നുള്ളതും മനസ്സിലുണ്ടെങ്കിലും സച്ചിന്റെ കൂടെ പോണം എന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലുള്ളത്. ഈ സരസ്വതിയമ്മ ഇങ്ങനെ കുത്തിത്തിരിപ്പും കൂടെ ഉണ്ടാക്കി കൊടുത്ത സ്ഥിതിക്ക് അത് തന്നെയാണ് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉരിയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശീതൾ ആ തീരുമാനത്തിലിരിക്കുന്നു. സരസ്വതിയമ്മയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജ കേട്ടോ. പൂജയാണെങ്കിൽ അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. പൂജ വീട്ടിലിരിക്കുന്ന സമയം പങ്കജ് അങ്ങോട്ടേക്ക് ചെന്നു. താൻ എന്തെടുക്കുകയാണെന്നും ചോദിച്ചു. അപ്പൊ മുറിയിലേക്ക് കടന്നു വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു. വീണ്ടും വലിയ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ. പങ്കജ് എന്താ വീണ്ടും പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്താ പങ്കജ് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ കയറി വാ പങ്കജ് എന്നും പറഞ്ഞു വിളിച്ചു. പങ്കജ് അകത്തേക്ക് കയറി ചെന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും താൻ ആരെക്കുറിച്ച് ആലോചിക്കായിരുന്നു? തൻ്റെ സുമിത്രാമ്മയുടെ വീട്ടിലുള്ളവരെ പറ്റി ആലോചിക്കല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അത് പങ്കജിന് എങ്ങനെ മനസ്സിലായി എന്ന് പൂജ ചോദിച്ചപ്പോൾ, തൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയല്ലാതെ വേറൊന്നും ഉണ്ടാകില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ താൻ എന്താ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ. തന്നെ പറ്റിക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്ത തൻ്റെ അമ്മയെ പോലും താനിപ്പോൾ വെറുത്തില്ലേ?
തന്റെ അമ്മയെ താൻ വെറുത്ത് തുടങ്ങിയില്ലേന്ന് ചോദിച്ചപ്പോൾ പങ്കജിന് തെറ്റിപ്പോയെന്ന് പറഞ്ഞു പൂജ. വലിയ ആള് കളിക്കാൻ പോയതാ, ചീറ്റിപ്പോയി. എന്റെ അമ്മയെ വെറുത്തിട്ട് ഒരു ജീവിതം ഈ ജന്മത്തിൽ ഈ പൂജയ്ക്ക് ഉണ്ടാവില്ലെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ അമ്മ എന്നെ തള്ളിക്കളയില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്നെ വെറുക്കാനും കഴിയില്ല, ഒറ്റപ്പെടുത്താനും കഴിയില്ല എന്നുള്ള കാര്യം നമ്മുടെ പങ്കജിനോട് പൂജ പറയുന്നു. പൂജയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അത് ചീറ്റിപ്പോയി. എന്നിട്ട് പൂജ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞതിരിക്കട്ടെ, ഇനി എന്നോട് ഈ രീതിയിലൊന്നും എൻ്റെ അമ്മയെ പറ്റി സംസാരിക്കരുതെന്നും കൂടെ പറഞ്ഞു. അല്ലടോ, എനിക്ക് വേണ്ട പങ്കജ്, ഇനി ആ സംസാരം നമുക്ക് ഇവിടെ വേണ്ടാന്നും പറഞ്ഞു പൂജ പങ്കജിനെ അങ്ങ് ഒഴിവാക്കി. വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ, തനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അന്നേരത്തേക്കും പങ്കജ് പറയാം. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നൂരി പോരണമല്ലോ, പൂജയുടെ വെറുപ്പ് സമ്പാദിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ മകൻ അമ്മയ്ക്കരികിലേക്ക് ചെല്ലുക. അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇന്ന പോലെയൊക്കെയാണ് ഇന്നലെ വൈകുന്നേരം അവൾ എന്നോട് പറഞ്ഞതെന്ന്. എങ്ങനെയെങ്കിലും പൂജയുടെ ആ മനസ്സ് മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ള കാര്യം അന്നേരം പറഞ്ഞു നമ്മുടെ രഞ്ജിത. കാരണം വേറൊന്നുമല്ല, ഈ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാണെന്നറിയാൻ ഇനി വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കണം, നിന്റെയും അവളുടെയും വിവാഹം നടക്കണം എന്നുള്ള കാര്യം പറയാം. അങ്ങനെ അമ്മയും മോനും കൂടി ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ അത്ര പെട്ടെന്നൊന്നും അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ, അവൾ ഇപ്പോഴും അവളുടെ അമ്മയിൽ തന്നെ മയങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സുമിത്രയെയും പൂജയെയും തമ്മിൽ തെറ്റിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മളായിട്ട് കണ്ടുപിടിക്കണം, അല്ലാതെ വഴി വരുന്നത് നോക്കിയിരുന്നാൽ ഒരു കാര്യവും നടക്കില്ലെന്നുള്ള കാര്യം പറയുവാണ് അമ്മ മകനോട്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇക്കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദർശികമായിട്ട് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് വരുന്നു. പൂജയെ കണ്ടപ്പോഴേക്കും മകൻ അത് കണ്ടു. മകൻ കണ്ടപ്പോഴേക്കും അമ്മയെ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിങ്ങനെ ഇറുക്കി കാണിച്ചു കൊടുക്കുക. അപ്പൊ പൂജ അതൊന്നും അറിയുന്നില്ല. പൂജ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. പിന്നെ പൂജ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അമ്മയും മോനും കൂടെ ഭയങ്കര അഭിനയവും സ്നേഹവും പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് തകർത്ത് വാരിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ പൂജ ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് ഇങ്ങനെ ഇവരോട് സംസാരിക്കുന്നു. അപ്പൊ ഇവരോട് ഇതൊക്കെ പറയുന്നു. അങ്ങനെ ഇവര് തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം അവരുടെ വീട്ടിൽ നടക്കുക. അപ്പൊ സംസാരിച്ച് പൂജയ്ക്ക് വേറെ ആരും ഇപ്പൊ നിലവിലില്ല. പൂജയും പങ്കജും തമ്മിലുള്ള വിവാഹം നടന്നേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ അമ്മയും മോനും വല്ലാണ്ട് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്താണ് സുമിത്രയും സ്വരമോളും കൂടെ നേരെ പ്രേമയുടെ വീട്ടിലേക്ക് അനന്യയെ കാണാൻ വരുന്നത്. ഓട്ടോയിൽ വന്ന് ഇറങ്ങി. അപ്പൊ നമ്മളിതേ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എല്ലാം ഓർമ്മയുണ്ട്, പിന്നെ നമ്മളുടെ അമ്മയും കൊണ്ടല്ലാതെ നമ്മളിവിടെ നിന്ന് പോകില്ല, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്കെല്ലാം ഓർമ്മയുണ്ട് അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും പ്രേമ എന്ന് പറയുന്ന താടക വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോഴേക്കും ഇവരെ കണ്ടു. പുള്ളിക്കാരിയുടെ മുഖം അങ്ങ് വാടി, ദേഷ്യം വന്നു പുള്ളിക്കാരിക്ക്. ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കലിപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മമ്മി എവിടെ എന്ന് കൊച്ചി ചോദിച്ചു. എടി എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ മാറി നിൽക്ക അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ വാതിലിൽ ഇങ്ങനെ ഇവർ കയറാതെ ഈ കൈ ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രേമ. അപ്പൊ മാറി നിൽക്ക അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പ്രേമയെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളിയിട്ട് അനന്യയുടെ അടുത്തേക്ക് ഓടി പോകുവാണ്. മമ്മീന്ന് വിളിച്ച് ഓടിപ്പോകുന്നു. പ്രേമയ്ക്ക് അങ്ങനെ പണി കിട്ടി. എന്തായാലും പ്രേമ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊച്ചിനെയും കൊണ്ട് സുമിത്ര വരുമെന്ന്. അപ്പൊ നീ അവസാന കൈയുമായിട്ട് വന്നിരിക്കുന്നതാണല്ലേ എന്ന് ചോദിച്ച പ്രേമയോട് എനിക്ക് എൻ്റെ ലക്ഷ്യം നിറവേറ്റിയല്ലേ പറ്റൂ എന്ന് സുമിത്രയും ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രേമയ്ക്ക് ഇടിവെട്ട് തിരിച്ചടിയുമായിട്ട് നമ്മുടെ സ്വരമോൾ ഇതേ കയറി ചെന്നിരിക്കുന്നു. അവിടെ അനന്യയുടെ റൂമിൽ അവിടെ ചെന്ന് ഇങ്ങനെ വാതിലിൽ കൊട്ടി മമ്മി എന്ന് വിളിച്ച് അനന്യ വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ മോളെ. അത് കണ്ടപ്പോഴേക്കും അനന്യയ്ക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ മേലാത്തതാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.